السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. عن عمر رضي الله عنه أنه قال: سمعت رسول الله صلى الله عليه وسلم يقول: لو أنكم تتوكلون على الله حق توكله لرزقكم الله كما يرزق الطير تغدو خماسا وتروح بطانا. ബഹുമാനികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു: ലൗ അന്നക്കും തതവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലി. അള്ളാഹുവിൽ നിങ്ങൾ ഭരമേൽപ്പിക്കേണ്ട നിലക്ക് ഭരമേൽപ്പിക്കുകയാണ് എങ്കിൽ ലറസഖകുമുല്ലാഹ്, നിങ്ങൾക്ക് വേണ്ടതൊക്കെ അല്ലാഹു തആല തരും. കമാ യുർസഖുത് തയ്ർ, പക്ഷികൾക്ക് അല്ലാഹു തആല കൊടുക്കുന്നത് പോലെ, റിസ്ക് കൊടുക്കുന്നത് പോലെ. തഗ്ദു ഖിമാസ, കാലി വയറുമായിട്ടാണ് അവർ കൂടുവിട്ട് ഇറങ്ങുന്നത് പ്രഭാതത്തിൽ. തറൂഹു ബിതാന, പ്രദോഷമാകുമ്പോൾ നിറവയറുമായിട്ടാണ് അവർ കൂടണയുന്നത്. അധ്വാനത്തോടൊപ്പമാണ് അവരുടെ തവക്കുൽ, അവരുടെ ഭരമേൽപ്പിക്കൽ. അള്ളാഹുവിൽ നിങ്ങൾ ഭരമേൽപ്പിക്കേണ്ട നിലയിൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ദുനിയാവിലോ ആഖിറത്തിലോ ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകും. നമ്മളെ പ്രയാസപ്പെടുത്തുന്ന നിലയിൽ അള്ളാഹു തആല തരില്ല. നമുക്കെന്താണ് പ്രയാസമുണ്ടാക്കുന്നത് എന്നും പ്രയാസമുണ്ടാക്കാത്തത് എന്നും അറിയുന്നവൻ അള്ളാഹുവാണ്. അപ്പോൾ നമുക്ക് അല്ലാഹു തആല വേണ്ടതൊക്കെ തരും. നമ്മൾ ഭരമേൽപ്പിക്കേണ്ടത് പോലെ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ അല്ലാഹു തആല നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മിഅ്റാജിന്റെ രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെക്കുറിച്ചൊരു പരാതി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ പരാതി? ഇന്നി ലാ ഉകല്ലിഫുഹും അമലൽ ഗദ് വഹും യത്ലുബൂന മിന്നി റിസ്ഖൽ ഗദ്. മിഅ്റാജിന്റെ രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു പരാതിയാണ്, നമ്മെക്കുറിച്ച് പറഞ്ഞ പരാതിയാണ്. എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? ഇന്നി ലാ ഉകല്ലിഫുഹും അമലൽ ഗദ്, നാളത്തെ അമൽ ഇന്ന് ചെയ്യാൻ ഞാൻ അവരോട് നിർബന്ധിപ്പിച്ചിട്ടില്ല, ശാസിച്ചിട്ടില്ല, കീർത്തിച്ചിട്ടില്ല. എന്നാൽ വഹും യത്ലുബൂന മിന്നി റിസ്ഖൽ ഗദ്, അവർ എന്നോട് നാളത്തെ ഭക്ഷണവും കൂടി ചോദിക്കണം. സത്യത്തിൽ ഇന്നത്തെ അമല് നാം ചെയ്യുമ്പോൾ ഇന്നത്തെ ഭക്ഷണമാണ് അള്ളാഹുവിനോട് നാം ചോദിക്കേണ്ടത്. പക്ഷേ നാം എന്താ ചെയ്യുന്നത്? നാളത്തെ ഭക്ഷണവും കൂടി അള്ളാഹുവിനോട് ചോദിക്കുന്നു. എന്ന് മാത്രമല്ല, ആയുഷ്കാലം മുഴുവനുമുള്ളത് ഇന്ന് കിട്ടിയാൽ നന്നായിരുന്നു എന്നതാണ് നമ്മുടെ ആഗ്രഹവും നമ്മുടെ പ്രാർത്ഥനയും. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, ഞാൻ അവരോട് ഇന്നത്തെ അമല് മാത്രം, ആ സമയത്തെ അമല് മാത്രമാണ് ഞാൻ അവരോട് ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ അവർ എന്നോട് ചോദിക്കുന്നതോ വഹും യത്ലുബൂന റിസ്ഖൽ ഗദ്, നാളത്തെ കൂടി ഭക്ഷണം ഇന്ന് കിട്ടിയ നന്നായിരുന്നു എന്നാണ് അവരുടെ ചോദ്യം. ഈ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാതി പറയുന്നതായിട്ട് തഫ്സീർ റൂഹുൽ ബയാനിൽ മഹാനായ ഇസ്മായിൽ ഹഖ് ബറൂസവി തങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഒരു സ്ഥലത്തല്ല, 4 സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. ഈ ഹദീസ് കൊണ്ടുവന്നേക്കുന്നത് 4 സ്ഥലങ്ങളിൽ മഹാനവറുകൾ റൂഹുൽ ബയാനിൽ ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. എന്ന് പറഞ്ഞാല് നമ്മുടെ ഈമാനിന്റെ വ്യത്യാസത്തിനനുസരിച്ച് തവക്കുലിനും വ്യത്യാസമുണ്ടാകുന്നു എന്നുള്ളതാണ്. തവക്കുലിന് യഥാർത്ഥമായ ഈമാനിന്റെയും തവക്കുലിന്റെയും ഉടമസ്ഥരായിട്ടുള്ള മഹത്തുക്കൾ അവരെന്താ ചിന്തിക്കുന്നത്? അവര് ഭക്ഷണം അള്ളാഹുവിനോട് ചോദിക്കുന്നത് തന്നെ അടുത്ത നിമിഷത്തെ ഒരു നേരത്തേക്കുള്ള ഭക്ഷണം മാത്രമേ അവർ ആഗ്രഹിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നുള്ളൂ. അതൊക്കെ വലിയ മഹത്തുക്കളുടേതായിട്ടുള്ള അടയാളങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ഈമാനിന്റെയും തവക്കുലിന്റെയും ഉടമസ്ഥരിൽ നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.